അതുപോലെ നമ്മളിപ്പോൾ ഒരു പുതിയ ക്ലാസിക് 350 അതിലേക്ക് നമ്മളുടെ ടെക്നിക്സിൻ്റെ ഹൈ പെർഫോമൻസ് ബെൽറ്റ് ഡ്രൈവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവർ നമ്മൾ അഴിച്ചു കഴിഞ്ഞു. അത് മറ്റൊരു വിശേഷമാണ് കാണാനുള്ളത്. ഇത് കുറച്ച് അധികം വിശേഷം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ഞാൻ തോണ്ടി കളയാണെങ്കിൽ നോക്കിക്കോളൂട്ടാ ബ്രോസ്. അത്രയും കല്ല് പോലെ ഇരിക്കണത്. ഇതൊക്കെ പൊടിയായിട്ട് നമുക്ക് ശ്വസിക്കാൻ പാകത്തിന് നല്ല കല്ലനായിട്ട് ഇരിക്കുന്നുണ്ട്. ഒക്കെ പൊടികളായിട്ട് വരുന്നത്. ഓയിൽ അടിച്ച് മണ്ണും ഇതൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല അതൊക്കെ. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ നമ്മൾ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമുണ്ട്. നമുക്ക് ഈ ബെൽ ഡ്രൈവ് ചെയ്യണതിൻ്റെ ഒരു ഉപകാരമായി പറയുന്നത്. കാരണം ഈ വണ്ടി നല്ല ക്ലീനായിട്ട് കൊണ്ടുനടക്കാന്നുള്ളത് ഏതൊരു കസ്റ്റമറും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മൾ തന്നെ വീക്കെൻഡിലൊക്കെ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടിയുടെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണർ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത്. പക്ഷെ അത് നമുക്ക് കൈകടത്താൻ എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയകളല്ല അഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ ലൂബിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ ഇതിന് പോകാൻ വേറെ വഴിയില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ അടിഞ്ഞടിഞ്ഞ് ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളായിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബെൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ലൂബിങ്ങിൻ്റെയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ലൂബിൻ്റെ ഭാഗത്തുള്ള ഈ പശപ്പോ ഇങ്ങനെ മണ്ണുകൾ അതുകൊണ്ട് പിടിച്ച് ഇങ്ങനെ ഇവരെ കണ്ടാമിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല ഫ്യൂച്ചറിൽ. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ചെറുതാണെങ്കിലും അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ല.